53 വാർഡുകളിലെ ഫലം അറിഞ്ഞപ്പോൾ UDF 22, LDF 8, BJP 1, സ്വതന്ത്ര 2 എന്നിങ്ങനെയാണ് കക്ഷി നില. അതായത് അത് പറയാനുള്ള കാരണം സേതുലക്ഷ്മി LDF-ന്റെ MLA ഉള്ള ആന്റണി ജോൺ MLA ഉള്ള സ്ഥലമാണ്, LDF-ന്റെ MLA ഉള്ള സ്ഥലമാണ്. അവിടെ ആ നഗരസഭ UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതേസമയം LDF-ന് സന്തോഷിക്കാനായി കുന്നംകുളം നഗരസഭ LDF 14 സീറ്റുകളുമായി മുന്നേറുകയാണ്. അത് LDF നിലനിർത്തുകയാണ്. UDF 6, NDA 6, RMP 4 എന്നിങ്ങനെയാണ് കുന്നംകുളത്തെ സീറ്റ് നില. തൃശൂർ കോർപ്പറേഷൻ നെടുപുഴ പ്രിൻസി റോജൻ UDF-ന്റെ പ്രിൻസി റോജൻ 2 വോട്ടിന് ജയിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ കൊക്കാലയിലെ NDA വിൻഷി അരുൺകുമാർ 116 വോട്ടിന് ജയിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ പൂങ്കുന്നത്ത് NDA സ്ഥാനാർത്ഥിയായിരുന്ന രഘുനാഥ് സി മേനോൻ 287 വോട്ടിന് ജയിച്ചു. തൃശൂരിൽ തന്നെ UDF-ന്റെ അഞ്ജലി രാകേഷ് ജയിച്ചിട്ടുണ്ട്. പാട്ടുരയ്ക്കൽ NDA സ്ഥാനാർത്ഥിയായ AV കൃഷ്ണമോഹൻ ജയിച്ചു. തൃശൂർ കോർപ്പറേഷൻ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ വാർഡിൽ UDF കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ജോയ് കാട്ടുപാലം ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ ജയിച്ചിരിക്കുന്നു. കാമാക്ഷി പഞ്ചായത്തിലെ 11ാം വാർഡിലാണ് UDF-ന്റെ വിജയം. കാസർഗോഡ് ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് ഇങ്ങനെയാണ്: LDF 14, UDF 10, NDA 8, അതേഴ്സ് 3, 2 സമനില എന്നിങ്ങനെയാണ് കാസർഗോഡ് ഗ്രാമപഞ്ചായത്ത് കണക്ക്. പാലക്കാട്ടെ ജില്ലാ പഞ്ചായത്തിൽ വ്യക്തമായ ലീഡ് എന്ന നിലയിലേക്ക് LDF ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിൽ മിക്ക വാർഡുകളിലും ഡിവിഷനുകളിലും മുന്നിട്ട് നിന്ന UDF 10യോടെ ഈ സീറ്റ് നിലയിൽ നിന്ന് പിന്നോട്ട് പോയി. നിലവിൽ 10 സീറ്റുകൾ മാത്രമാണ് UDF ആനന്ദ് തമ്പി RSS പ്രവർത്തകനായിരുന്ന ആനന്ദ് തമ്പി സീറ്റ് കിട്ടിയില്ല എന്ന് ആരോപിച്ച് ആത്മഹത്യ ചെയ്തിട്ടുള്ള ആ വാർഡിൽ LDF വിജയിച്ചിരിക്കുകയാണ്. തൃക്കണ്ണാപുരം വാർഡിൽ LDF സ്ഥാനാർത്ഥി അജിൻ SL വിജയിച്ചിരിക്കുകയാണ്. ആനന്ദിന്റെ ആ മരണം അവിടെ വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമാണ്. പക്ഷേ പിന്നെ അവിടെ വേറൊരു കാര്യം, ഇപ്പം മത്സരിച്ച സ്ഥാനാർത്ഥി എനിക്കൊന്നും പുള്ളിയുടെ പേര് അധികം ഓർമ്മയില്ല, പക്ഷേ ഭയങ്കര ജനകീയനായിരുന്നു അവിടുത്തെ. പക്ഷേ അത് തിരിച്ചടിയായിരിക്കുന്നു. തൃക്കണ്ണാപുരത്ത് BJPക്ക് തോൽവിയാണ്. ആനന്ദ് തമ്പിയുടെ മരണം ഉണ്ടായിട്ടുള്ള വാർഡിൽ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തൃക്കണ്ണാപുരം വാർഡിൽ LDF സ്ഥാനാർത്ഥി അജിൻ SL വിജയിച്ചിരിക്കുകയാണ്. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ വാർഡിൽ UDF നേരത്തെ പോത്തൻ പറഞ്ഞിരുന്നു. കാസർകോട്ടെ കാര്യങ്ങൾ അറിഞ്ഞു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭരണം UDF നിലനിർത്തിയിട്ടുണ്ട്. UDF 17, LDF 12, BJP 1, നീലേശ്വരം നഗരസഭ LDF നിലനിർത്തിയിട്ടുണ്ട്. ഈ കണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യം വന്നാൽ അത് ലീഡ് നിലവിൽ LDF 45, UDF 21 എന്ന രീതിയിലാണ്. കാലിക്കറ്റ് കൂടി വലിയ വാർത്ത എന്ന് പറയുന്നത് ഒരു പൊതുവാർത്തയാണ്. പലയിടത്തും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, BJP മുന്നേറുന്ന സ്ഥിതി ഉണ്ടാകുമ്പോൾ പോലും ഭരണമുണ്ടായിരുന്ന പന്തളം, പാലക്കാട് നഗരസഭകളും മുത്തോലി പള്ളിക്കത്തോട്, കോട്ടയത്തെ മുത്തോലി പള്ളിക്കത്തോട് പഞ്ചായത്തുകളും BJPക്ക് നഷ്ടമാവുന്നുണ്ട് എന്നുള്ളതാണ് അജി ചന്ദ്രശേഖരൻ. അങ്ങനെ ചിരിക്കാനുള്ള കൊല്ലത്ത് ചിരിക്കാം. കൊല്ലം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ BJP അക്കൗണ്ട് തുറന്നു. സേതു കൊടുത്ത പ്രശ്നം മുത്തോലി പള്ളിക്കത്തോട് ഭരണം എങ്ങനെ പോയി, പഞ്ചായത്തുകളുടെ ഭരണം പോയി. ഒപ്പം പന്തളത്ത് തോക്കുന്നതല്ല, പിന്നോട്ട് നിൽക്കുകയാണ്. പാലക്കാട് തോറ്റാൽ അതിനേക്കാൾ വലിയ തിരിച്ചടി BJPക്കില്ല. പക്ഷേ പലയിടങ്ങളിലും ഈ അക്കൗണ്ട് തുറന്നു എന്നുള്ളത് കൂടി നമ്മളിപ്പോ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. ഈ വയനാട്ടിൽ UDF-ന് നേട്ടപ്പോൾ ലിനറ്റ് ഒരു സമഗ്ര വിവരം പറഞ്ഞിട്ടുണ്ട്. പറ്റുന്നത്ര ഞാൻ പറയാം. 23 പഞ്ചായത്തുകളിൽ 17 UDF മുന്നിലാണ്, 5 LDF ആണ്. 4 ബ്ലോക്ക് പഞ്ചായത്തിൽ 3 UDF ആണ്. ജില്ലാ പഞ്ചായത്തിൽ UDF-ന് ആധികാരിക മുന്നേറ്റമാണ്. ബത്തേരി നഗരസഭ UDF-ഉം കൽപ്പറ്റ LDF-ഉം പിടിച്ചെടുത്തു. മാനന്തവാടി UDF നിലനിർത്തി. വയനാട്ടിൽ സ്കോർ ചെയ്തിരിക്കുന്നത് BJP ആണ്. ആദ്യമായിട്ട് 2 ഡിവിഷൻ വയനാട്ടിൽ BJP ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. ഇത് പലരും മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. ഈ 2 ഡിവിഷൻ പഞ്ചായത്തിൽ മുന്നേറ്റമുണ്ട്. മുന്നേറ്റമുണ്ട്. ദുരന്തമുണ്ടായിട്ടുള്ള ഈ വാർഡുകൾ, അതായത് ചൂരൽമല, അട്ടമല വാർഡുകൾ LDF വിജയിച്ചിരിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. UDF-ന്റെ വലിയ മുന്നേറ്റം വയനാട്ടിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ ദുരന്ത ബാധിതർ എന്ത് നിലപാട് എടുത്തു എന്നുള്ളത് UDF നേതൃത്വത്തിന് വീണ്ടും വിചിന്തനം ഉണ്ടാകേണ്ട കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരിക്കാർ കോൺഗ്രസ് വിമതന് മുന്നിൽ പതറുന്നു എന്നുള്ളത്. അതെ, പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂടാട് ഡിവിഷനിൽ 4ാം സ്ഥാനത്താണ് ഷംസാദ് മരിക്കാർ. ഇവിടെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായിട്ടുള്ള ബിനു ജേക്കബ് മുന്നിലായി നിൽക്കുകയാണ്. അജിത തങ്കപ്പൻ 3ാം സ്ഥാനത്ത്. വിമതൻ സുനീർ കെ ഭാവയ്ക്ക് ജയം. വലിയ തിരിച്ചടിയാണ്. നീലേശ്വരം നഗരസഭ പ്രിയപ്പെട്ട പ്രേക്ഷകരെ LDF നിലനിർത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് തിരുമലയിൽ BJPക്ക് വിജയമാണ്. തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ അവിടെ പ്രതിക്കൂട്ടിലായിരുന്നു
BJP. പക്ഷേ അക്കാര്യങ്ങൾ ചർച്ചയില്ലെന്ന് അറിയില്ല. തോറ്റെങ്കിലും തിരുമലയിൽ ജയിച്ചു. തിരുമലയിൽ BJPക്ക് വൻ വിജയമാണ്. തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്തിൽ NDA ഭരിച്ചിരുന്ന കള്ളിക്കാട്, വിളപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിൽ UDF മുന്നേറുകയാണ്. പിന്നെ നമ്മൾ തൃക്കണ്ണാപുരത്തെ കാര്യം പറയുമ്പോഴത്തേക്കും അവിടെ ഇക്കാര്യങ്ങൾ ഈ അജിൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അജിൻ ഭയങ്കര ജനകീയനായിരുന്നു. അവിടെ എല്ലാവർക്കും അറിയാവുന്ന നേരത്തെ കൗൺസിലറോ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു പുള്ളി. രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അജിന് നല്ല പിന്തുണയുമായിരുന്നു ആ വാർഡിലൊക്കെ. കാസർഗോഡ് ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ വിമതർക്ക് ജയമെന്നൊരു വാർത്ത കൂടി നമ്മുടെ സരീഷ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. 2 വാർഡുകളിൽ കോൺഗ്രസ് വിമതർ ജയിച്ചു എന്ന കാര്യം കൂടി വരുന്നുണ്ട്. ഇനി കേരളത്തിന്റെ ഒരു പൊതുചിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറഞ്ഞു നൽകാം. ഇനി ഈ പൊതുചിത്രം എന്തുകൊണ്ട് UDF തരംഗം എന്നുള്ള ആ വാർത്തയ്ക്ക് സാധൂകരണം നൽകുമെന്ന് വ്യക്തമാവുകയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് ഇങ്ങനെയാണ്. കേരളത്തിലാകെ LDF 363 ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നേറുമ്പോൾ UDF 391 ഒന്നാമത് നിൽക്കുകയാണ്. NDA 21 ഗ്രാമപഞ്ചായത്തുകളിലും മറ്റുള്ളവർ 13 ഗ്രാമപഞ്ചായത്തുകളിലുമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്ക് ഇങ്ങനെയാണ്. LDF 62, UDF 78. മുട്ടടയിൽ ചരിത്രം രചിച്ച വൈഷ്ണ, മുട്ടടയിൽ ജയിച്ച വൈഷ്ണ, അവിടെ വലിയ പ്രതിബന്ധങ്ങളെ മറികടന്ന് ജയിച്ചു വന്ന വൈഷ്ണ കേൾക്കട്ടെ. തികച്ചും സന്തോഷവും അതിലുപരിയായി അഭിമാനവും ഉള്ളൊരു സമയമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. എനിക്ക് മാത്രമല്ല, UDFന്റെ എല്ലാ പ്രവർത്തകർക്കും സഹപ്രവർത്തകർക്കും അത്രമാത്രം അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. കാരണം 25 വർഷങ്ങൾ കൊണ്ട് LDF കീഴടക്കി വെച്ചിരുന്ന മുട്ടട വാർഡ് ഇന്ന് UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെതായിട്ടുള്ള അഭിമാനം. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണ്. ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു സത്യം ജയിക്കുമെന്നുള്ളത്. അതേപോലെ തന്നെ സത്യം ജയിച്ചു. ജനാധിപത്യമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. മുട്ടടയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിജയമാണിത്. ആദ്യമായിട്ടാണ് മുട്ടട ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. തിളക്കമാർന്ന വിജയമാണ്. ഉറപ്പായും നമ്മൾ നിശ്ചയമായും പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടമല്ല, വൈഷ്ണയെ പോലുള്ള റിജിൽ മാങ്കുറ്റിയെ പോലുള്ള ആളുകളാണ് UDFന്റെ കോൺഗ്രസിന്റെ മുഖം എന്നുള്ളതാണ്. ഇവരെ മുൻനിർത്തി തന്നെയാണ് നേതൃത്വം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് അതിന്റെ വലിയ അടയാളമായി തന്നെ ഈ വിജയങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. 2020-ലെ 2025-ലെ സാഹചര്യങ്ങൾ, ഈ മുനിസിപ്പാലിറ്റിയുടെ സാഹചര്യങ്ങൾ ഒന്ന് നോക്കാം. അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നമ്മുടെ XR വാൾ ഒന്ന് സെറ്റായതിനു ശേഷം അതിലേക്ക് പോകാം. അപ്പോൾ ഈ നിലവിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഈ ചിറ്റൂര് ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. അത് വേറൊരു കാര്യം പറയണം. വയനാട്ടിലെ മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ UDFന് വലിയ വിജയമാണ്. മുള്ളൻകൊല്ലി എന്ന് പറയുന്നത് ജോസ് തെല്ലേടത്തിന്റെ ആത്മഹത്യ മൂലം വാർത്തകളിൽ നിറഞ്ഞിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ മുൻ ജില്ലാ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ND അപ്പച്ചൻ അവിടെ നിന്ന് തല്ലുകിട്ടി എന്നുള്ള വാർത്ത ഉൾപ്പെടെ പുറത്തു വന്നിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ UDF തന്നെ വലിയ വിജയത്തിൽ നിലനിർത്തിയിരിക്കുകയാണ്. UDF 11, LDF 2, NDA 1 എന്നുള്ളതാണ് വയനാട്ടിലെ മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ കണക്ക്. ആലപ്പുഴ നഗരസഭയിൽ LDFന് കാലിടറുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മാവേലിക്കര, ഹരിപ്പാട്, ചെങ്ങന്നൂർ ഇടങ്ങളിൽ LDF മൂന്നാമതാണ്. ചേർത്തലയിൽ മാത്രമാണ് നേരിയ ലീഡുള്ളത്. 5 നഗരസഭകളിൽ UDF ലീഡ് തുടരുന്നു. കൊല്ലത്തെ കൂടെ നോക്കാം. കൊല്ലം കോർപ്പറേഷനിൽ ഫലമറിഞ്ഞത് 25 ഡിവിഷനുകളിലാണ്. ഈ 25 ഡിവിഷനുകളിൽ UDF 13, LDF 5, NDA 7 എന്നാണ്. കോർപ്പറേഷനിൽ LDF മൂന്നാം സ്ഥാനത്തുമുണ്ട്. മണ്ണാർക്കാട് കൂടി നോക്കിയാൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഭരണം UDF നിലനിർത്തിയിട്ടുണ്ട്. UDF 17, LDF 12, BJP 1 എന്ന നിലയ്ക്കാണ് പോകുന്നത്. അഭൂതപൂർവമായിട്ടുള്ള ഒരു മുന്നേറ്റം UDF കാഴ്ചവെക്കുന്നത് കൊല്ലത്താണ്. ചെങ്കോട്ടെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊല്ലത്ത് UDF വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. ഫലമറിഞ്ഞിട്ടുള്ള 25 ഡിവിഷനുകളിൽ UDF 13, LDF 5, NDA 7 എന്നുള്ളതാണ്. കോർപ്പറേഷനിൽ LDF മൂന്നാം സ്ഥാനത്ത് എന്നുള്ള ഏറ്റവും ദയനീയമായിട്ടുള്ള പ്രകടനമാണ് കൊല്ലത്ത് നിന്ന് ഈ കണക്കുകൾ പ്രകാരം പറയാനാകുന്നത്. LDFനെ സംബന്ധിച്ച്, കൊല്ലത്തെ നേതൃത്വത്തെ സംബന്ധിച്ച് ഇനി LDF അവിടെ തിരിച്ചു വന്നു എന്ന് വിചാരിക്കട്ടെ. ഒരു ഉച്ചയാകുമ്പോഴത്തേനും ഫലം പൂർണ്ണമാകുമ്പോൾ LDF തിരിച്ചു വന്നു എന്ന് വിചാരിക്കട്ടെ. പക്ഷേ ഈ വിധത്തിൽ പിന്നോട്ട് പോയത് വലിയ തിരിച്ചടിയാണ്. അവിടുത്തെ നേതൃത്വം മറുപടി പറയേണ്ടി വരും. വാണിമേലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി 1 വോട്ടിന് വിജയിച്ചു. ഇതോടെ UDFന് വാണിമേൽ പഞ്ചായത്ത് ഭരണം നഷ്ടമായ എന്നൊരു കാര്യം കൂടി വരുന്നുണ്ട്. തലശ്ശേരി നഗരസഭയിൽ കാരായ് ചന്ദ്രശേഖരൻ വിജയിച്ചിരിക്കുകയാണ്. നമുക്ക് DP കേസുമായി ബന്ധപ്പെട്ടെല്ലാം അദ്ദേഹത്തിന്റെ പേര് സുപരിചിതമായിരിക്കും. ഒരു 10 മിനിറ്റ് തരും ഉറപ്പായി. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. 2020-ലെയും 2025-ലെയും ഇപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയ കാര്യങ്ങൾ വെച്ച് നമുക്ക്
പൈസാട്ടൊന്ന് പരിശോധിക്കാം. ഇപ്പൊ 2020 ഇപ്പം കേരളത്തിൽ നമുക്ക് കോർപ്പറേഷന്റെ കാര്യമാണ്. മൊത്തം നമുക്ക് അറിയുന്ന പോലെ 6 കോർപ്പറേഷനാണ് ഉള്ളത്. 2020 ഈ കോർപ്പറേഷനുകൾ ആർക്കൊപ്പമായിരുന്നു എന്നാണ്. LDF 5 LDF ആയിരുന്നു, 1 UDF ആയിരുന്നു. ഇങ്ങനെയായിരുന്നു കോർപ്പറേഷന്റെ കാര്യം. അത് ഈ 2020 ഇതുവരെ ഫലം വരുന്ന ഘട്ടങ്ങളിൽ LDF 1, UDF 4, NDA 1 ആ രീതിയിലെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കോർപ്പറേഷനിൽ. ഇനി വരുന്നത് നമ്മൾ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ 2020 കണക്കാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. നമുക്കത് ഈ സ്ക്രീനിന്റെ ഈ ഭാഗത്തുള്ളതാണ് 2020 കണക്ക്. 2020 LDF 47 മുനിസിപ്പാലിറ്റികൾ ഭരിച്ചു, UDF 42 മുനിസിപ്പാലിറ്റികൾ ഭരിച്ചു, NDA 2 മുനിസിപ്പാലിറ്റിയും ഭരിച്ചു. അത് ഈ 2025 ഈ സമയം വരെ എത്തുമ്പോഴേക്കും LDF 31 ഇടത്ത്, UDF 53 ഇടത്ത്, NDA 1 ഇടത്ത്, മറ്റുള്ളവർ 2 ഇടത്തും ഭരിക്കും എന്ന കാര്യമാണ് വരുന്നത്. ഈ മൊത്തം ഇനി വരുന്നത് ജില്ലാ പഞ്ചായത്താണ്. ജില്ലാ പഞ്ചായത്ത് നമുക്കറിയാം ആകെ 14 ജില്ലാ പഞ്ചായത്താണ് നമുക്കുള്ളത്. ഈ 14 ജില്ലാ പഞ്ചായത്തിൽ 11 ഇടത്ത് 2020 11 LDF ആയിരുന്നു. 2020 3 ഇടത്ത് UDF ആയിരുന്നു. 2020 NDAക്കും മറ്റുള്ളവർക്കും ഒന്നും ഭരണം ഉണ്ടായിരുന്നില്ല. ഈ 14 ജില്ലാ പഞ്ചായത്തിൽ ഇതുവരെ ഫലം വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ 11 മണി കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ വരെ നമ്മൾ അറിഞ്ഞ വിധി അനുസരിച്ച് 2025 LDF ഇതുവരെ 5 ജില്ലാ പഞ്ചായത്തുകളിൽ ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. 9 ഇടത്ത് UDF ഭരണം ഉറപ്പിച്ചിട്ടുണ്ട്. NDAയും മറ്റുള്ളവരും ഇതുവരെ അവരുടെ ഒന്നും മെച്ചപ്പെടുത്തിയിട്ടില്ല ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ. ഇനി നമ്മൾ നോക്കുന്നത് കേരളമാകെ നമുക്കറിയാം 941 ഗ്രാമപഞ്ചായത്തുകളാണ്. ഈ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 2020 ഈ LDF 564 ഇടത്തായിരുന്നു LDFന്റെ ഭരണം.